നമസ്കാരം. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതിയെ എതിർത്ത് മുസ്ലിം നേതാക്കൾ തഹഫ്ഫുസ് ഔഖാഫ് എന്ന പേരിൽ രാജസ്ഥാനിലെ ജയ്പൂരിൽ നടത്തിയ യോഗത്തിലാണ് മുസ്ലിം നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയത്. വഖഫ് സ്വത്തുക്കളുടെ നടത്തിപ്പും സംരക്ഷണവും നഷ്ടപ്പെടുത്തുന്നതാണ് പുതിയ നിയമ ഭേദഗതിയെന്ന് നേതാക്കൾ പറഞ്ഞു. മുസ്ലിങ്ങളെ പൗരാണിക ഭൂമിയിൽ നിന്നും പുറത്താക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് സംയുക്ത പാർലമെന്ററി സമിതി അംഗവും സഹരാൻപൂർ എംപിയുമായ ഇമ്രാൻ മസൂദ് പറഞ്ഞു. ബിജെപിയുടെ ആശയം പ്രചരിപ്പിക്കാനാണ് സമിതി ചെയർമാൻ ശ്രമിക്കുന്നത്. മുസ്ലിങ്ങൾ പൊതുഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഇമ്രാൻ പറഞ്ഞു. മുസ്ലിം ഉടമസ്ഥതയിലുള്ള പള്ളികളും ദർഗകളും ഖബർസ്ഥാനുകളും സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. മുസ്ലിങ്ങളെ ഭൂരഹിതരാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വഖഫുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളുമായാണ് സംയുക്ത പാർലമെന്ററി സമിതി ചർച്ച നടത്തേണ്ടതെന്ന് ആദർശ് നഗർ MLA ആയ റഫീഖ് ഖാൻ പറഞ്ഞു. അസം മുഖ്യമന്ത്രി ഹിമാന്ത ബിശ്വ ശർമ്മ, ഗിരിരാജ് സിംഗ് MP, ജയ്പൂർ MLA ബാല മുകുന്ദ് തുടങ്ങിയവരെ പോലുള്ളവർ വഖഫ് ബോർഡിൽ വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾ ഓർക്കണം, അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മിൻഹ വേൾഡ്.